buddies, so today we are going to make easy crochet star trinket this tutorial. അപ്പോൾ ഇതായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് 4.0 mm ഹുക്കും പിന്നെ സ്റ്റിച്ച് മാർക്കറും പിന്നെ നിങ്ങൾക്കൊരു നീഡിലും ആവശ്യമുണ്ട് കേട്ടോ. നീഡിൽ ഇവിടെ എൻ്റെ കാണുന്നില്ല, അതുകൊണ്ടാട്ടോ കാണിക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മഞ്ഞ കളറല്ലേ ഓർമ്മ വരില്ലേ. പിന്നെ ഈ യാണും കൊണ്ടാട്ടോ പുറകെ കാണുന്ന ആ ഒരു താറാവ് കുട്ടിയെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ടിൽ തുടങ്ങാം. അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തുടങ്ങാം. ഫസ്റ്റ് നമുക്കൊരു മാജിക് റിങ് ഉണ്ടാക്കി കൊടുക്കാം. അതിനായി നമുക്ക് നമ്മളെ യാൺ ജസ്റ്റ് ഒന്ന് 2 തവണ നമ്മളെ കയ്യിലേക്ക് ചുറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ തം ഫിംഗർ കൊണ്ട് അറ്റത്തെ ഭാഗം ഒന്ന് പിടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഹുക്ക് എടുത്തിട്ട് ആ രണ്ടാമത്തെ യാണൊന്ന് വലിച്ചു കൊടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന പോലെ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ സ്ലോ ആക്കിയിട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പോസാക്കി ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ വരുന്ന വള്ളിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ഹുക്കിലേക്കൊന്ന് വലിച്ചെടുക്കണം. ഇതുപോലെ ആട്ടോ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മാജിക് റിങ്ങിന് ഇവിടെ റെഡിയാവും. നിങ്ങൾക്ക് പല വഴികളുണ്ട് മാജിക് റിങ് ആക്കാൻ. ഞാൻ യൂഷ്വലി ഇങ്ങനെയാണോ ചെയ്യൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വള്ളി ഒന്ന് വലിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ മാജിക് റിങ് ചെറുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ചെറിയൊരു അറ്റം വലിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പിന്നെ ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൈ ഇടുന്ന കേട്ടോ ഏതം. അപ്പോൾ ഇതുപോലെ മാജിക് റിങ്ങിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷേ അതും 10 തവണ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് യാൺ ഓവർ, പുട്ട് ഇൻ ടു ദ മാജിക് റിങ്, ഒന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 എണ്ണം കിട്ടും. പിന്നെ ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് ആ 3 കൂടെ വലിക്കണം. അപ്പോൾ അതായിട്ടൊരു ഹാഫ് ഡബിൾ ക്രോഷേ. അപ്പോൾ ഇത് തന്നെ നമുക്കൊരു 8 തവണ ചെയ്യണം. 9 തവണ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ ആയിട്ട് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ ഫസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷേ നമുക്കൊന്നും കൂടെ യാൺ ഓവർ, പുട്ട് ഇൻ ദ മാജിക് റിങ്, ഡ്രാഗ് ചെയ്യുക. 3 എണ്ണം വരും. നമുക്കൊന്ന് ചുറ്റിയിട്ട് ആ 3 കൂടെ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു 8 പ്രാവശ്യം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇത് ചെറുതാക്കണമെങ്കിൽ നമ്മൾ ആ അറ്റത്തെ വഴി ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതാവും. നമുക്ക് എന്നും മാജിക് റിങ്സ് ഹാഫ് ഡബിൾ ക്രോഷേ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഞാനിത് സ്പീഡാട്ടോ ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലോ ആക്കിയിട്ട് അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്തിട്ട് എൻ്റെ ഈ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ 10 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാജിക് റിങ് ഒന്ന് ക്ലോസ് ചെയ്യണം. അതിനായി നമ്മൾ നേരത്തെ ഡ്രാഗ് ചെയ്ത് ആ ഒരു യാൺ ഒന്ന് വലിച്ചെടുക്കണം, നല്ല ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലോണം വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഹോളൊന്ന് ഡിസപ്പിയർ ആവും. അപ്പോൾ ഇതുപോലെ ആയിട്ട് നമ്മൾ മാജിക് റിങ് എൻഡ് ആവുന്നത്. ഇനി നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ഫസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷേക്കാട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതേ ഞാൻ ഈ കാണിക്കുന്ന സ്ഥലത്താട്ടോ നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റിച്ച് മാർക്കർ ഇടാം, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന പോലെ ആ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റിച്ചിലേക്ക് ഇടാം, സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആട്ടോ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കൽ. അപ്പോൾ നമ്മൾ മാജിക് റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ ഹാഫ് ഡബിൾ ക്രോഷേ 10 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 തവണ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുക. പിന്നെ നമുക്ക് 3 ഇത് കിട്ടും. ചെറിയ ടൈറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. 3 കിട്ടും. അതേ 3 യാൺ ഓവർ ചെയ്തിട്ട് വലിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ആട്ടോ. ഇനി അതന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പേ നമ്മളെ ഫസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷേക്ക് ഒന്ന് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ഇത് മനസ്സിലാവും. പിന്നെ നമുക്ക് ഈ വീലാട്ടോ ഇട്ട് കൊടുക്കണം സ്റ്റിച്ച് മാർക്കർ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു യാൺ ഓവർ ചെയ്തിട്ട് ഹാഫ് ഡബിൾ ക്രോഷേ സെയിം സ്റ്റിച്ചിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് കാണിച്ചിരുന്ന പോലെ നമ്മൾ ആ ഹോൾ തന്നെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്യുക. 3 എണ്ണം കിട്ടും. അതിലേക്ക് യാൺ ഓവർ ചെയ്തിട്ട് ആ 3 കൂടെ ഒന്ന് വലിക്കുക. അപ്പോൾ ഇതിൻ്റെ പേര് ഇൻക്രീസ് എന്നാട്ടോ.
ഇപ്പോൾ ഒന്നിൽ 2 തവണ ചെയ്യുന്നത് ഇൻക്രീസ്, അത് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. നമുക്ക് അങ്ങോട്ട് മൊത്തം അത് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു വട്ടം കൂടെ കാണിച്ചു തരാം. yarn over, pull through, yarn over, pull through 3, yarn over, pull through, yarn over, pull through 3. അപ്പോൾ ഇത് നമ്മൾ ഇൻക്രീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ ഇട്ട സ്ഥലം വരെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റത്തെയും കൂടെ ചെയ്ത് കൊടുക്കാം. ചെറിയ ടൈറ്റ് ഉണ്ട് കേട്ടോ ലാസ്റ്റത്തേൽ. അപ്പോൾ ലാസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്ലിപ്പ് നോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. yarn over, pull through 3. ഇനി നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ആ സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. വേറെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സ്ലൈഡോ അല്ലെങ്കിൽ മുള്ളു സൂചി അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ സെക്കൻഡ് റൗണ്ടും തീർന്നിട്ടുണ്ട്. ഇനി തേർഡ് റൗണ്ട് എന്ന് വെച്ചാൽ സാധാ പോലെ ഫസ്റ്റ് തന്നെ ഇൻക്രീസ് ചെയ്യുക. അതായത് 2 ഡബിൾ ക്രോഷ്യ ഒന്നിൽ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ 2 1 2 1 അങ്ങനെ ആട്ടോ ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ 2 2 2 എന്നാണ് ചെയ്തത്. ഇപ്രാവശ്യം 2 1 2 1. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഒന്ന് ഇട്ട് കൊടുക്കണം. ഫസ്റ്റത്തെ ഇത് ഇനി നമുക്ക് പുൾ ചെയ്തിട്ട് ഒന്നും കൂടെ അതേ സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 2 1 ഇനി ഒരു 2 കൂടി ചെയ്യണം. അടുത്ത സ്റ്റിച്ചിലേക്ക് ഇൻക്രീസ്, പിന്നെ സിംഗിൾ, പിന്നെ ഇൻക്രീസ്, അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇത് ഇച്ചിരി ടൈറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ ഹുക്കിന്. ഇനി നമുക്കൊരു സിംഗിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കേട്ടോ നിങ്ങൾ എൻഡ് വരെ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ഇതേ പാറ്റേണിൽ. അപ്പം ഞാനിവിടെ പകുതിക്ക് നീന്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈ ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. വിചാരിച്ച പോലെയല്ല, കുറേ നാളായി ക്രോഷ്യൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. നമുക്കത് എൻഡ് വരെ ഒന്ന് ചെയ്ത് കൊടുക്കാം മെല്ലെ മെല്ലെ. സ്റ്റിച്ച് മാർക്ക് ഊരി കൊടുക്കാം. ഇനിയാണ് നമ്മൾ ആ സ്റ്റാറിൻ്റെ ട്രയാങ്കിൾ പോർഷൻ വരുന്നത്. ഇപ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യാണ്. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് വെച്ചാൽ യാൺ ഓവർ ചെയ്യണ്ട, നേരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിൽ കയറ്റിയിട്ട് ഡ്രാഗ് ഓവർ ചെയ്യണം. അപ്പോൾ 2 കിട്ടും. അത് യാൺ ഓവർ ചെയ്തിട്ട് ആ 2 കൂടെ വലിക്കണം. നിങ്ങൾക്കിതിന് സ്റ്റിച്ച് മാർക്ക് ഇടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എൻഡ് വരെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷേ ഇതിൻ്റെ എൻഡ് ഇതായിരിക്കും തോന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടൊന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതേ സ്റ്റിച്ചിൽ തന്നെ ആവണം കേട്ടോ, അടുത്ത സ്റ്റിച്ചിൽ ചെയ്തുകൂടാ. അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം ആ സിംഗിൾ ക്രോഷ്യ ചെയ്ത സ്ഥലത്ത്. ഇപ്പോൾ നമ്മൾ സ്റ്റാറിൻ്റെ ആ ഒരു അറ്റത്തുനിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു ഇതാട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇത്രയും ആയിട്ടുണ്ട്. ഇനി അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യം ത്രിബിൾ ക്രോഷ്യം ചെയ്ത് കൊടുക്കണം. ഡബിൾ ക്രോഷ്യം എന്ന് വെച്ചാൽ ഹാഫ് ഡബിൾ ക്രോഷ്യ പോലെ തന്നെയാണ്. ഡ്രാഗ് ഓവർ ചെയ്തിട്ട് 2 കൂടെ വലിച്ചിട്ടും പിന്നെ 2 കൂടെ വലിക്കണം. അപ്പോൾ ഇതിൽ വരെ സെയിം ആട്ടോ. പിന്നെ 2 കൂടെ വലിക്കണം, പിന്നെ 2 ലൂപ്പ് ഉണ്ടാവും, അതിലൂടെ ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് വലിക്കണം. ഇതാട്ടോ ഡബിൾ ക്രോഷ്യ. ത്രിബിൾ ക്രോഷ്യ ഇതിൻ്റെ 3 തവണ ചെയ്യേണ്ടതാണ് ത്രിബിൾ ക്രോഷ്യ. ഈ ത്രിബിൾ ക്രോഷ്യ ഇതിനകത്ത് തന്നെയാട്ടോ ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷ്യ ചെയ്ത് അതേ സ്പേസിൽ തന്നെ ത്രിബിൾ ക്രോഷ്യ നമുക്ക് 2 തവണ യാൺ ഓവർ ചെയ്യണം. ഇതുപോലെ ഇത് 1ാമത്തെ യാൺ ഓവർ, ഇത് 2ാമത്തെ യാൺ ഓവർ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് 1, പിന്നെ ഇത് 2, പിന്നെ നമ്മൾ അതേ സ്പേസിൽ തന്നെ ഒന്ന് കയറ്റി കൊടുക്കണം.
അപ്പോൾ ഇനി ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 4 ലൂപ്പ് വരും. നേരത്തെ നമുക്ക് 3 എണ്ണം ഉണ്ടായിട്ടു 4 ലൂപ്പ് വരും. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് 2 ലോക്കൂടെ മാത്രം വലിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ 3 ലൂപ്പ് വരും. പിന്നെ 2 ലോക്കൂടെ മാത്രം വലിക്കുക. യാൺ ഓവർ ചെയ്തിട്ട് വീണ്ടും 2 എണ്ണം വരും. 2 ലോക്കൂടെ മാത്രം വലിക്കുക. അപ്പോൾ ഇതാട്ടോ ഒരു ത്രിബിൾ ക്രോഷേ. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിലും ഒരു ത്രിബിൾ ക്രോഷേ ആട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ 2 തവണ യാൺ ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് വലിക്കുക. 4 ലൂപ്പ് വരും. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്തിട്ട് ആദ്യം 2 ലോക്കൂടെ, പിന്നെയും യാൺ ഓവർ ചെയ്തിട്ട് 2 ലോക്കൂടെ, പിന്നെയും യാൺ ഓവർ ചെയ്തിട്ട് 2 ലോക്കൂടെ ചെയ്യുക. പിന്നെ അതേ സ്റ്റിച്ച് തന്നെ നമുക്കൊരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യണം കേട്ടോ. ഡബിൾ ക്രോഷ ഞാൻ നേരത്തെ ചെയ്തതാണ്. ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ സിംഗിൾ ക്രോഷ ചെയ്യണം. സിംഗിളും ഹാഫ് ഡബിളും അല്ല, ഹാഫ് ഡബിളും സിംഗിളും ആട്ടോ. അപ്പോൾ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കാം. യാൺ ഓവർ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഡ്രാഗ് 3 ലോക്കൂടെയും കൂടെ യാൺ ഓവർ ചെയ്ത് വലിക്കുക. പിന്നെ ഒരു സിംഗിൾ ക്രോഷ യാൺ ഓവർ ചെയ്യാണ്ട് നമുക്ക് 2 ലൂപ്പ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. സ്റ്റാറിൻ്റെ ഒരു ട്രയാങ്കിൾ പോർഷൻ. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് അത് ഒരു സ്റ്റാറിൻ്റെ രൂപത്തിലേക്ക് കിട്ടൂ. മീൻസ് സ്റ്റാറിൻ്റെ ആ ട്രയാങ്കിൾ രൂപം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു ട്രയാങ്കിൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓരോട്ടും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതുപോലെ ആട്ടോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പയ്യെ കാണൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഓരോട്ടും കൂടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ ചെയ്യുക. പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഹാഫ് ഡബിൾ ക്രോഷ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്രോഷ യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ ടു. പിന്നെ ഒരു ത്രിബിൾ ക്രോഷ സെയിം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ പുൾ ത്രൂ ടു, യാൺ ഓവർ പുൾ ത്രൂ ടു, വീണ്ടും യാൺ ഓവർ പുൾ ത്രൂ ടു. പിന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ത്രിബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റിച്ചിലാട്ടോ യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ ടു, യാൺ ഓവർ പുൾ ത്രൂ ടു, യാൺ ഓവർ പുൾ ത്രൂ ടു. ഇനി നമുക്ക് അതേ സ്റ്റിച്ച് തന്നെ ഒരു ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കാം. യാൺ ഓവർ പുൾ ത്രൂ ടു, യാൺ ഓവർ പുൾ ത്രൂ ടു. പിന്നെ അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷയും പിന്നെ ഒരു സിംഗിൾ ക്രോഷയും ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ ആ ഒരു എൻഡ് വരെ നമുക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്തിട്ട് കാണാം. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ, പിന്നെ ഒരു സിംഗിൾ ക്രോഷ. സിംഗിൾ ക്രോഷയ്ക്ക് യാൺ ഓവർ ചെയ്യേണ്ട കേട്ടോ. പിന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ. സോറി ഗൈസ്, സ്ലിപ്പ് സ്റ്റിച്ചാണ് ഉദ്ദേശിച്ചത്. വായിൽ വന്ന സ്റ്റിച്ച് മാർക്കർ ആട്ടോ. അപ്പോൾ നമ്മൾ 2 സ്റ്റാറിൻ്റെ ആ ട്രയാങ്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി എൻഡ് വരെ നമുക്കിതൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എൻഡ് വരെ ഇത് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വെറുതെ സ്റ്റിച്ച് മാർക്കർ ഇട്ടു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം ലൂസാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല ടൈറ്റാകും. പിന്നെ ജസ്റ്റ് ടൈറ്റനാക്കി കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇതാട്ടോ നമ്മൾ സ്റ്റാർ വരുന്നത്. ഇങ്ങനെ ആട്ടോ നമുക്ക് വരുന്നത്. സാധാരണ ഒരു 5 എണ്ണം ഉണ്ടാവും. എനിക്ക് 6 എണ്ണം കിട്ടി. നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ 6 എണ്ണം അല്ല കേട്ടോ ശരിക്കും വേണ്ടത്, 5 എണ്ണമാണ്. എനിക്ക് 6 എണ്ണം കിട്ടി. അത് പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ 6 എണ്ണം കിട്ടിയാലും. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്ത് കൊടുക്കാം. ബാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഈ മുകളിലേക്ക് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊത്തം ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യുക. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെറിയൊരു അറ്റത്തൊരു സംഭവം ചെയ്യാനുണ്ട്. ഇനി നമുക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കാം. യാൺ ഓവർ ഇങ്ങനെ പുൾ ത്രൂ. അപ്പോൾ ഇതുപോലെ ചെയിൻ ഇട്ട് കൊടുത്തതിന് ഇത് 1 ചെയിൻ ആട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് ഹാഫ് ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അറ്റത്ത് ഒരു സംഭവം ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യേണ്ടത് ഫ്രണ്ട് ലൂപ്പിലാട്ടോ. നമ്മൾ അടുത്തുള്ള ഈ വി ആട്ടോ നമ്മളെ ഫ്രണ്ട് ലൂപ്പ്. അപ്പോൾ അടുത്തുള്ള വി ഫ്രണ്ട് ലൂപ്പും
നമ്മുടെ അടുത്ത് ഇല്ലാത്ത വി ബാക്ക് ലൂപ്പാട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഫ്രണ്ട് ലൂപ്പ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഫ്രണ്ട് ലൂപ്പിലൂടെയാണ് കേട്ടോ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന പോലത്തെ സ്ഥലമാണ് ഫ്രണ്ട് ലൂപ്പ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ സ്ലോ ആക്കി നോക്കണം. അപ്പോൾ അതിൽ തന്നെ ചെയ്യണം, എന്നാലേ നമ്മൾ അത് പൊങ്ങി വരും, അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ലൂപ്പിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇതാട്ടോ, ഇങ്ങനെയാട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ വലിക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആ ഗ്യാപ്പ് ഇങ്ങനെ വരില്ല, അല്ലെങ്കിൽ ഗ്യാപ്പ് നല്ലോണം വരും. കാരണം ഒറ്റ ലൂപ്പിലല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ ഒന്നാമത്തെ ത്രിബിൾ ക്രോഷയിൽ നമുക്ക് മൂന്നോട്ടം ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ഫ്രണ്ട് ലൂപ്പിൽ തന്നെയാണ് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ത്രിബിൾ ക്രോഷയിൽ നമുക്കത് അവിടെ ആ അറ്റം വരെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സ്റ്റിച്ചിൽ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇത് 3 തവണ കേട്ടോ ഇതിൽ ചെയ്യേണ്ടത്. നിങ്ങളധികം വലിച്ചിട്ടില്ല ഇതുപോലത്തെ ഹോള് വരില്ല. ഞാൻ വലിച്ചു പാട്, അതുകൊണ്ടാട്ടോ ഇത്രയും വലിയ ഹോള് വന്നത്. അപ്പോൾ നമുക്ക് ഈ എൻഡിലാട്ടോ ചെയ്യേണ്ടത്. അത് ചെയ്താൽ നമുക്ക് ഈ കർവ് പോലെ വരില്ല, നല്ല കറക്റ്റായിട്ട് വരും. അത് ചെയ്തിട്ടില്ലെങ്കിൽ കർവ് പോലെ വരും, ചുളിയും അതുപോലെ സംഭവിക്കും. നമുക്ക് ഈ എൻഡിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ ആ എൻഡ് വരെ ഒന്ന് എത്തിക്കട്ടെ. 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാ പോലെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. പിന്നെ എൻഡിൽ മാത്രമേ നമുക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണ്ടു. നമുക്ക് ആ എൻഡ് വരെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ എൻഡ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 ത്രിബിൾ ക്രോഷേ അല്ല, 3 ഹാഫ് ഡബിൾ ക്രോഷേ ഒന്നിൽ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ലൂപ്പിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചെയ്ത് കൊടുക്കാം. yarn over pull through 3, yarn over pull through 3. ഇനി ഇതുപോലെ നമുക്ക് എൻഡ് വരെ അങ്ങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എൻഡ് വരെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഗൈസ് എൻഡ് വരെ നമ്മൾ എത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 2 റൗണ്ടും കൂടെ ചെയ്യണം. വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ലൂപ്പിലൊക്കെ അല്ല വർക്ക് ചെയ്യേണ്ടത്, 2 ലൂപ്പിൽ കൂടെയും വർക്ക് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ചെയിൻ 1 ഇട്ട് കൊടുത്തതിന് ശേഷം 2 ലൂപ്പിൽ കൂടെ ഒന്ന് വർക്ക് ചെയ്യണം. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ അല്ല, 2 ലൂപ്പിൽ കൂടെയും വർക്ക് ചെയ്യണം. അത് ഹാഫ് ഡബിൾ ക്രോഷേ തന്നെ ചെയ്യണം കേട്ടോ. ഇതന്നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം. ഇത് എനിക്ക് തോന്നുന്നു ഇത് 7th റൗണ്ടാണെന്ന്. അപ്പോൾ 7th 8th റൗണ്ട് നമുക്കിത് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷേ ഓൾ അലോങ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വരെ ചെയ്ത് കൊടുക്കണം 2 ടൈംസ്. ഇപ്പോൾ ഗൈസ് 2 റൗണ്ടിന് ശേഷം ഇതുപോലെ ആട്ടോ. നമുക്ക് ഇനി ഒരു നോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ആട്ടോ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഈ യാൺ ടേലൊന്ന് ഹൈഡ് ചെയ്യണം. നമുക്ക് അതിന് നീഡിലാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇന്നത് തിക്ക് യാണായതുകൊണ്ട് നീഡിൽ ആ യാണിലേക്ക് കയറുന്നത് കുറച്ച് പണിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ട് അതിലേക്കൊന്ന് കയറ്റി കൊടുക്കണം. നമുക്ക് ആ ടെയിലൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ടെയിൽ ഹൈഡ് ചെയ്യുന്നത് ബാക്ക് സൈഡിലാട്ടോ, ഫ്രണ്ട് സൈഡ് ചെയ്യുന്നില്ല, ബാക്കിലേക്കാട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം പോലെ ചെയ്യാം. ഞാൻ ബാക്ക് സൈഡാണ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ യാൺ ഹൈഡ് ചെയ്യാം. ഞാനിത് 2 തവണ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, 2-3 തവണ.
എന്നാലേ ആ യാണൊന്ന് സ്ട്രോങ് ആയി നിൽക്കൂ, അല്ലെങ്കിൽ ഇളകിപ്പോവും. പിന്നെ നമുക്ക് ആക്കി കൊടുത്തതിന് ശേഷം വലിച്ചു കൊടുക്കണം, എന്നാൽ ടൈറ്റാവും. ഇതുപോലെ വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ യാൺ മുറിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ബാക്കിലത്തെ യാണും ഒന്ന് ചെയ്യണം. അത് നമുക്ക് ഫ്രണ്ടിലേക്ക് ആക്കി കൊടുക്കാം, എന്നിട്ട് ബാക്കിലേക്ക് ആക്കി കൊടുക്കാം. അതുപോലെ ചെയ്താൽ നമ്മൾ യാൺ അവിടെ ടൈറ്റായി നിൽക്കും. നമുക്ക് യാണൊന്ന് സ്റ്റിച്ചിലേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ടിലേക്ക് ആദ്യം ആ ഹോൾ വഴി ഫ്രണ്ടിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് വേറൊരു ഭാഗത്തായിട്ട് ബാക്കിലേക്കും. എന്നിട്ട് നമുക്ക് യാൺ ടൈലൊന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിട്ട് വരില്ല. നമുക്ക് എൻ്റെ കത്രിക ഒന്ന് എടുത്തിട്ട് വരാം. ഇതായിട്ട് എൻ്റെ കത്രിക പിങ്ക് കളറാണ്. അപ്പോൾ നിങ്ങളെ കത്രിക ഏതിൻ്റെ കളറാണെന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് ഈ യാൺ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കമ്മലോ മാലയോ അല്ലെ ക്ലിപ്പോ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എന്തായാലും ചെയ്യണം, ഷെയറും ചെയ്യണം ഫ്രണ്ട്സിന്. അപ്പോൾ ഞാൻ ഈ സ്കെച്ച് പെൻ ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ അത്രയും ഗ്യാപ്പ് ഉണ്ട് ഇതിനകത്ത്. ഞാൻ വേണമെങ്കിൽ എൻ്റെ സ്റ്റിച്ച് മാർക്കറും പിന്നെ നീഡിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ എൻ്റെ കമ്മലും ക്ലിപ്പൊന്നും ഇട്ട് കാണിച്ചു തരാം. എൻ്റെ ക്ലിപ്പാട്ടോ. പിന്നെ ഞാൻ ഇടുന്നത് എൻ്റെ ഒരു ചെറിയൊരു നെയിൽ പോളിഷാണ്, വൈറ്റ് നെയിൽ പോളിഷ്. പിന്നെ ഞാൻ എൻ്റെ 2 ജുമുക്ക് അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇടാൻ പറ്റും. ഇത് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.